ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. രണ്ടാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇൻ്റഗ്രേഷൻ ഡേ 1 ഉദ്ഗ്രഥനം 1-ാം ദിവസത്തിലെ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ നോക്കുന്നത്. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദ്യങ്ങൾ വന്നിരിക്കുന്നതെന്നും ഏതെല്ലാം ചോദ്യങ്ങളാണ് വന്നിരുന്നത് എന്നൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ പേപ്പർ പ്രവർത്തനം 1 ഒഴുകുന്ന പുഴ. നല്ല മഴ, മഴയിൽ പുഴ നിറഞ്ഞു, പുഴ നിറഞ്ഞൊഴുകി, മീനുകൾ തുള്ളിച്ചാടി. മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, മലയിൽ നിറയെ പൂമരങ്ങൾ, ഇരുവശവും പച്ച വിരിച്ച വയലുകൾ. മലയും വയലും കടന്ന് പുഴ ഒഴുകി. പുഴയ്ക്ക് കുറുകെ ഒരു വലിയ പാലം, ഇരുവശവും കൂറ്റൻ കെട്ടിടങ്ങൾ. പുഴയിലേക്ക് മലിനജലം ഒഴുകി വന്നു. പുഴയുടെ നിറം മാറി, പുഴയ്ക്ക് സങ്കടമായി. അപ്പോൾ നമുക്ക് അവിടെ ചിത്രവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ഒഴുകുന്ന പുഴയെയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് സാധനങ്ങളെയും കുറിച്ചിട്ടാണ് ഇവിടെ വർണ്ണിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളുണ്ട്. വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ. ആദ്യത്തെ ചോദ്യം, പുഴ നിറഞ്ഞതെപ്പോൾ? എപ്പോഴാണ്? മഴ പെയ്തപ്പോൾ. രണ്ടാമത്തെ ചോദ്യം, മീനുകൾ എന്താണ് ചെയ്തത്? എന്താണ്? മീനുകൾ തുള്ളിച്ചാടി. മൂന്നാമത്തെ ചോദ്യം, മലയിൽ നിറയെ എന്താണ്? പൂമരങ്ങൾ. നാലാമത്തേത്, പുഴയ്ക്ക് കുറുകെ എന്താണ്? ഉത്തരം, വലിയ പാലം. അഞ്ചാമത്തേത്, എന്തുകൊണ്ടാണ് പുഴയ്ക്ക് സങ്കടം വന്നത്? എന്തുകൊണ്ടാണ്? ഉത്തരം, പുഴയിലേക്ക് മലിനജലം ഒഴുകി വന്നു നിറം മാറിയപ്പോൾ. അപ്പോൾ ഇത് കൃത്യമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ആ ഖണ്ഡിക വായിച്ചാൽ നമുക്ക് ഇതിന് ഉത്തരം എഴുതാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 2 പൂമരം. പൂമരം. പൂമരത്തിലെ പല നിറത്തിലുള്ള പൂക്കൾ, പൂക്കൾക്ക് നിറം നൽകൂ. അപ്പം എന്താണ്? അവിടെ ചിത്രത്തിലുള്ള പൂമരത്തിന് നിറം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് മഞ്ഞ 6 എണ്ണം, ചുവപ്പ് 5, നീല 14, അങ്ങനെയാണ് നിറം നൽകേണ്ടത്. ഇനി ചോദ്യം നോക്കാം. മഞ്ഞയും ചുവപ്പും കൂടി എത്ര പൂക്കൾ? അപ്പോൾ നമ്മളത് കൂട്ടുകയാണ് ചെയ്യേണ്ടത്. അതായത് മഞ്ഞയും ചുവപ്പ്, മഞ്ഞ 6 എണ്ണവും ചുവപ്പ് 5 എണ്ണവുമാണ്. അപ്പോൾ 6 + 5 ചെയ്താൽ നമുക്ക് 11 എന്ന ഉത്തരം കിട്ടും. അപ്പോൾ ഉത്തരം 11. ഇനി അടുത്തത്, മരത്തിൻ്റെ ആകെ പൂക്കൾ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് അപ്പോൾ നമ്മൾ നമുക്ക് കിട്ടിയ 11ൻ്റെ കൂടെ ഇനി നീല 14 കൂട്ടുക. അതായത് 11 + 14 25 ആണ് ഉത്തരം വരിക. അപ്പോൾ 25 എന്ന് എഴുതുക. കാറ്റ് വീശി 3 മഞ്ഞപ്പൂക്കളും 2 നീലപ്പൂക്കളും കൊഴിഞ്ഞു വീണു. മരത്തിൽ എത്ര പൂക്കൾ ബാക്കിയുണ്ടാകും? അതായത് കാറ്റ് വീശിയപ്പോൾ 3 മഞ്ഞയും 2 നീലയും, അപ്പോൾ 3 + 2 5 എണ്ണം കൊഴിഞ്ഞു വീണു. അപ്പോൾ ആകെ കിട്ടിയിട്ടുള്ള 25 എണ്ണത്തിൽ നിന്ന് 5 എണ്ണം കൊഴിഞ്ഞു വീണാൽ 25 - 5 ചെയ്ത് നമുക്ക് 20 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ഉത്തരം 20 ആണ്. പ്രവർത്തനം 3 പൂമരത്തിലെ കൂട്ടുകാർ. മാമല മേലെ പൂമരമുണ്ടോ? തേന്മണം മുഴുകും പൂവുകളുണ്ടോ? പൂവുകൾ തോറും പാറി നടക്കും ചേലേറും പൂമ്പാറ്റകളുണ്ട്. കൂടുതൽ വരികൾ കൂട്ടിച്ചേർത്ത് പാടാം. അപ്പോൾ ഇതിൽ കൂടുതൽ വരികൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് മാമല മേലെ പൂമരമുണ്ടോ? തേന്മണ മുഴുകും പൂവുകളുണ്ടോ? പൂവുകൾ തോറും. ഇനി ബാക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? പൂവുകൾ തോറും പാറി നടക്കും പൂമ്പടി തിന്നും വണ്ടുകളുണ്ടോ? മാമല മേലെ പൂമരമുണ്ടോ? തേന്മണ മുഴുകും പൂവുകളുണ്ടോ? പൂവുകൾ തോറും പാറി നടക്കും കലപില കൂട്ടും കിളികളുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാവുന്നതാണ്. അവിടെ താഴത്ത് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. പൂമ്പൊടി തിന്നും, കലപ്പില കൂട്ടും, മൂളിപ്പാടും. അതായത് അത് ഹിൻസാണ്. നമുക്ക് പാട്ട് എങ്ങനെയൊക്കെ എഴുതാമെന്നതിൻ്റെ ഒരു ക്ലൂ ആയിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. പ്രവർത്തനം 4 ഗ്രാമക്കാഴ്ചകളാണ്. ഗ്രാമക്കാഴ്ചകൾ നോക്കൂ, എത്ര മനോഹരം. അപ്പോൾ അവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. വായിച്ച് ഗ്രാമത്തിലെ കാഴ്ചകൾക്ക് നേരെ ടിക്ക്, അതായത് ശരി അടയാളം രേഖപ്പെടുത്തുക എന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ താഴെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഗ്രാമത്തിലെ കാഴ്ചകളാണെങ്കിൽ അതിന് നേരെ ശരിയെന്ന് അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. പീലി വിടർത്തി ആടുന്ന തെങ്ങുകൾ, അത് ഗ്രാമത്തിലെ കാഴ്ചയാണ്. അപ്പോൾ നമുക്ക് ടിക്കിടാം. ആളുകൾ തിക്കും തിരക്കും, അത് ഗ്രാമത്തിലെ കാഴ്ചയല്ല. അപ്പോൾ അവിടെ ഒന്നും ചെയ്യണ്ട. പച്ച വിരിച്ച് നിൽക്കുന്ന വയലുകൾ ശരിയാണ്. തിരക്ക് കുറഞ്ഞ റോഡുകൾ ശരിയാണ്. കൂറ്റൻ കെട്ടിടങ്ങൾ അത് തെറ്റാണ്.
കളകളം പാടി ഒഴുകുന്ന തോടുകൾ ശരിയാണ്. വയൽവരമ്പിൽ നിരന്നു നിൽക്കുന്ന വെള്ളക്കൊക്കുകൾ ശരിയാണ്. തലങ്ങും വിലങ്ങും പായുന്ന വാഹനങ്ങൾ തെറ്റാണ്. അപ്പോൾ ഇങ്ങനെയാണത് ചെയ്യേണ്ടത്. ഇനി നമുക്ക് പ്രവർത്തനം 5 നോക്കാം. പഴക്കുട പൂമരം മാത്രമല്ല, മലയിൽ നിറയെ പഴങ്ങളുള്ള മരങ്ങളുണ്ട്. സപ്പോട്ട, പേര, ചാമ്പ, മാവ്. കാറ്റ് ആഞ്ഞു വീശി പഴങ്ങൾ താഴേക്ക് വീണു. കുട്ടികൾ പഴങ്ങൾ പെറുക്കി വെച്ചു. അപ്പം എന്താ, പൂമരം മാത്രമല്ല മലയിലുള്ളത്, അവിടെ പഴങ്ങളുമുണ്ട്. പഴങ്ങളുള്ള മരങ്ങളുണ്ട്. ഏതൊക്കെയാണ്? സപ്പോട്ട, പേര, ചാമ്പ എന്നിവയൊക്കെ ഉണ്ട്. അപ്പോൾ കാറ്റ് വീശിയപ്പോൾ ആ പഴങ്ങൾ എല്ലാം താഴേക്ക് വീണു. അത് കുട്ടികൾ പെറുക്കാൻ തുടങ്ങി. അങ്ങനെയെങ്കിൽ പഴങ്ങൾ എത്ര എന്നത് പറഞ്ഞിട്ടൊരു പട്ടിക കൊടുത്തിട്ടുണ്ട്. പഴങ്ങൾ അതുപോലെ തന്നെ അപ്പോൾ 10ന്റെ കൂട്ടം ഒന്നുകൾ ആകെ. അപ്പോൾ ഇത് ആകെ കൂട്ടാനൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി സപ്പോർട്ട് നമുക്ക് നോക്കാം. ആദ്യം ഒന്ന് ചെയ്ത് നോക്കാം. സപ്പോർട്ട് എന്ന് പറയുന്നത് 10ന്റെ കൂട്ടം എന്ന് പറയുന്നത് 2 എണ്ണമുണ്ട്. ഒന്നുകൾ 3 എണ്ണം ഉണ്ട്. അപ്പോൾ 10ന്റെ കൂട്ടം 2 ആണെങ്കിൽ അവിടെ മൊത്തം 20 ആണ്. ഒന്നുകൾ 3 ആണ്. അപ്പോൾ 20 + 3 23 എണ്ണമാണ് ടോട്ടൽ ആകെയുള്ളത്. അതുപോലെ തന്നെ പേരയ്ക്ക നോക്കുകയാണെങ്കിൽ അവിടെ ആകെ തന്നിട്ടുണ്ട് 36 എണ്ണമാണെന്ന്. അപ്പോൾ 10ന്റെ കൂട്ടത്തിൽ എത്ര വരും? 3 എണ്ണം വരും. ബാക്കി 6 എണ്ണം ഒന്നുകളിലാണ് വരിക. ഇനി ചാമ്പ നോക്കുകയാണെങ്കിൽ അവിടെ 10ന്റെ കൂട്ടം 4 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്നുകൾ 5 എന്ന് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അത് രണ്ടും കൂടി കൂട്ടുകയാണ് ചെയ്യേണ്ടത്. അതായത് 10ന്റെ കൂട്ടം 4 എന്നതാണെങ്കിൽ അവിടെ 40 ആണ്. അപ്പോൾ 40 + 5 45. അങ്ങനെയാണ് വരുന്നത്. ഇനി അടുത്തത് മാങ്ങയാണ്. മാങ്ങ ആകെ 10 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 10ന്റെ കൂട്ടത്തിൽ എത്രയാണ് വരിക? 1. അതായത് 10ന്റെ കൂട്ടം 1 എന്നത് അർത്ഥം വെക്കുന്നത് 10 ആണ്. അപ്പോൾ അവിടെ ഒന്നുകളൊന്നുമില്ല. അങ്ങനെയാണ് ഈ പട്ടിക കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി അതിന് താഴെ ഒരു ചോദ്യമുണ്ട്. ഏത് പഴമാണ് കൂടുതൽ കിട്ടിയത്? ഏത് പഴമാണ്? അപ്പോൾ നമ്മൾ ആകെ നോക്കുകയാണെങ്കിൽ 23, 36, 45, 10 എന്നിവയാണ്. അപ്പോൾ കൂടുതൽ കിട്ടിയിട്ടുള്ളത് ചാമ്പയായിട്ടുള്ള 45 ആണ്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ആയിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ടായിരുന്ന 2ാം ക്ലാസ്സിലത്തെ ഇൻ്റഗ്രേഷൻ ഡേ 1, അതായത് ഉദ്ഗ്രഥനം 1ാം ദിവസത്തിലുണ്ടായിരുന്ന ചോദ്യങ്ങൾ. അപ്പോൾ ഇത് കൂട്ടുകാർ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.